ശബരിമല ദർശനത്തിനായി ഭക്തരുടെ പ്രവാഹം തുടരുകയാണ്. ഇന്നലെ 79,575 പേർ മല ചവിട്ടി. ഇതുവരെ എത്തിയ ഭക്തരുടെ എണ്ണം 7 ലക്ഷം പിന്നിട്ടു. സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ പേർക്ക് ദർശനാനുമതി നൽകി. ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഓരോ സമയത്തെയും തിരക്ക് വിലയിരുത്തിയാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനം ഭക്തിസാന്ദ്രമാണെന്നറിയാം, കൂടുതൽ ഭക്തരെത്തുന്നുണ്ട്. അതിനനുസരിച്ച് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഇന്ന് യെല്ലോ അലർട്ടാണ്. അതിന്റെ സ്വാധീനം സന്നിധാനത്തുമുണ്ട്. ഒറ്റപ്പെട്ട മഴ സന്നിധാനത്ത് പെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് വലിയ തീർത്ഥാടകരുടെ ഒഴുക്കാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഞാനിപ്പോൾ ശബരിമല സോപാനത്താണ് നിൽക്കുന്നത്. ഈ നമ്മുടെ വലതുവശത്ത് കാണാം ഈ ഫ്ലൈ ഓവറിലെ തീർത്ഥാടകരുടെ തിരക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ നടപ്പന്തൽ 18-ാം പടിക്ക് താഴെയും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് തീർത്ഥാടകർ. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇന്നലെ അവധി ദിവസമായിട്ട് പോലും 79,575 തീർത്ഥാടകർ മാത്രമാണ് ശബരിമല സന്നിധാനത്ത് എത്തിയത്. പക്ഷേ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണം 80,000-ന് മുകളിൽ പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നട തുറന്ന 1 മണിക്കൂറിൽ തന്നെ 10,000-ന് മുകളിൽ തീർത്ഥാടകർ മല ചവിട്ടി എന്നതാണ് ഈ പോലീസിന്റെ തന്നെ ഔദ്യോഗികമായ കണക്ക്. ഒപ്പം കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചതോടുകൂടി തന്നെ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ തിരക്കിനനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. അങ്ങനെ ഈ കൂടുതൽ പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്താനുള്ള സൗകര്യം കൂടി പോലീസും ദേവസ്വം ബോർഡും ഒരുക്കുന്നുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരായിരുന്നുവെങ്കിൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ കൂടുതലായി ശബരിമലയിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സജീവമായിട്ടുണ്ട്. വലിയ തീർത്ഥാടന തിരക്ക് നടപ്പന്തൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 18-ാം പടിക്ക് താഴെ ആഴിക്ക് സമീപമുള്ള ദൃശ്യങ്ങളാണ്. ദർശനത്തിനായി തീർത്ഥാടകർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ശബരിമല സന്നിധാനത്തില്ല. പമ്പയിൽ നിന്ന് സാവധാനം മല ചവിട്ടി അയ്യപ്പ ദർശനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അയ്യപ്പ ദർശനം സാധ്യമാക്കി മലയിറങ്ങി പോകാനുള്ള ഒരു സൗകര്യമാണ് ശബരിമലയിൽ ഉള്ളത്. ഈ ശബരിമലയെ സംബന്ധിച്ച് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട മഴ ശബരിമലയിൽ പെയ്യുന്നുണ്ട്. ഒപ്പം കനത്ത മൂടൽമഞ്ഞാണ് പല സമയങ്ങളിലും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ ഈ കാലാവസ്ഥയൊക്കെ തന്നെ ഇങ്ങനെ മാറി മറിയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ തീർത്ഥാടനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് തന്നെയാണ് ശബരിമലയിൽ ഓരോ ദിവസവും അനുഭവപ്പെടുന്നത്. കാനനപാത വഴിയും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായി വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമല സന്നിധാനത്ത് എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടി അനുവദിച്ചതാണ് ഈ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. സന്നിധാനത്തെ തിരക്ക് കൂടി കണക്കിലെടുത്ത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം പോലീസിന്റെ ചീഫ് കോർഡിനേറ്ററും ചേർന്നാണ് ഒരു ദിവസം എത്രത്തോളം തീർത്ഥാടകർക്ക് ദർശനം സ്പോട്ട് ബുക്കിംഗ് വഴി അനുവദിക്കാമെന്ന് തീരുമാനിക്കുക. അങ്ങനെ കൃത്യമായി തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് തീർത്ഥാടകരെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഈ വരും മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടുതൽ സജീവമായിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടകർ ഉൾപ്പെടെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് പറയാനുള്ളത്. ക്രിസ്റ്റീന, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.